സർ, നമ്മുടെ കേരളത്തിലെ CPM നേതാക്കൾ ഒരു കല്യാണം നടത്തി പുലിവാല് പിടിച്ച കാര്യം നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. പുലിവാൽ കല്യാണം. പുലിവാൽ കല്യാണം ആ സിനിമാ പേര് അക്ഷരാർത്ഥത്തിൽ ഇവിടെ യോജിച്ചു. സർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ആ വിവാഹിതയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി, ഇപ്പോൾ അത് ഏതാണ്ട് വ്യക്തമായി, കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി. അതിന് മുമ്പുണ്ടാക്കിയ രേഖകളെല്ലാം വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ കാണാനില്ല. അതായത് നമ്മുടെ കുംഭമേള വൈറൽ താരത്തെ, ചാരക്കണ്ണുകളുള്ള ആ സുന്ദരിയെ ഇപ്പോൾ കാണാനില്ല. അവളെ വിവാഹം കഴിച്ച ഫർമാൻ ഖാൻ എന്ന ആ ഭർത്താവ് ഇപ്പോൾ നാടൊട്ടുക്ക് ഇങ്ങനെ ഭാര്യയെ തേടി അലയുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇയാൾ പോയിട്ട് അജ്മീറിലും ഭോപ്പാലിലും ഒക്കെ ചെന്ന് നിന്നിട്ട് പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയാണ്, എൻ്റെ ഭാര്യയെ കണ്ടവരുണ്ടോ എന്നൊക്കെ. എന്താ സാർ വാസ്തവത്തിൽ സംഭവിച്ചത്? ഇത് വീണ്ടും ഒരു തട്ടിപ്പിലേക്ക് പോവുകയാണോ? ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് ഇയാൾ ചെയ്യുന്നത്? എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു, ഈ വിവാഹം തന്നെ ഒരു തട്ടിപ്പാണോ എന്നുള്ളത്. കാരണം ഈ ഫർമാൻ ഖാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഇവരുടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പബ്ലിസിറ്റി, വൈറലായിരിക്കുന്ന അവരുടെ പ്രസിദ്ധി, അത് യൂസ് ചെയ്തോ മിസ്യൂസ് ചെയ്തോ ഒരു ധനികനാകാമെന്നുള്ളതായിരിക്കണം അയാളുടെ ഈ പ്രേമത്തിൻ്റെ പിന്നിൽ ലക്ഷ്യം എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ഏകദേശം ശരിയാകാൻ വഴിയുമുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ വെച്ച് തന്നെ അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സിനിമകൾ കിട്ടാനും സിനിമാ രംഗത്ത് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒന്നാണ്. അപ്പം അങ്ങനെയാണോ ഇതിനകത്ത് വന്നതെന്നുള്ളത് ഒരു സംശയം നിലനിൽക്കുന്നു. രണ്ടാമത്തേത്, ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ഒരു വലിയ സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇതൊരു ഇന്റർകാസ്റ്റ് മാരേജ് എന്നുള്ളതിനുപരി ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ഇന്റർ റിലീജിയസ് മാരേജ് നടത്തി, അതൊരു സ്വാഭാവിക സംഗതിയാണ്. ഇതിനെ സാധാരണഗതിയിൽ പുതിയ തലമുറ എതിർക്കുന്നൊന്നുമില്ല, അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു പിക്ചറും കൂടെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും ഉണ്ട്. അത് വ്യക്തമായിട്ട് നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ അത് അതിന്റെ പുറകിൽ ആരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നത്. പൂർണ്ണമായും ഈ കല്യാണം നടത്തി പുലിവാല് പിടിച്ച ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും അത്ര എളുപ്പമല്ല. ഇത് എളുപ്പമല്ലെന്ന് മാത്രമല്ല, ഇത് വളരെ അധികം ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് വരും എന്നുള്ളതാണ്. ഇപ്പം അവരതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. ഒരു പക്ഷേ നിയമത്തിൻ്റെതായ വഴിക്കാണ് പോകുന്നതെങ്കിൽ ഈ കല്യാണം നടത്തിക്കൊടുത്ത കാരണവരായി നിന്ന നേതാക്കളെല്ലാം ചിലപ്പോൾ ഉണ്ടതിനും ഉള്ളേ പോകും. അതിന് അഴി എണ്ണ യോഗം ഉണ്ടെങ്കിൽ പിന്നെ അത് മാറ്റിമറിക്കാം. ഇത് വേറെ ഒന്നും പറഞ്ഞ് നമുക്ക് ഇതിന് ഒരു സ്റ്റേ പോലും വാങ്ങിക്കാൻ നോക്കില്ല. കാരണം പോക്സോ കേസായിട്ട് വരുമ്പോൾ അത് മുൻകൂർ ജാമ്യം കിട്ടില്ല. പിന്നെ ഒരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുക എന്ന് പറഞ്ഞാൽ അതും വ്യാജരേഖകളുടെ അവരെ ബലാത്സംഗത്തിന് വിധേയമാക്കുന്നതിന് തുല്യമായ പ്രക്രിയയാണ്. മനസ്സിലായില്ലേ? കാരണം ഇത് അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാള് യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നയാളിന് വലിയ പ്രശ്നമാകും. ഇതിപ്പോ ദേശാഭിമാനി വലിയൊരു ഹെഡിങ്ങിൽ വലിയൊരു വാർത്തയും കൊടുത്തു. ഇവിടുത്തെ റിയൽ കേരള സ്റ്റോറി എന്ന് മാത്രമല്ല, ഇതിന്റെ കർമ്മിതാക്കളായി നടത്തിപ്പുകാരായിട്ട് നിന്നത് നമ്മുടെ ഗോവിന്ദ മാസ്റ്ററും അതുപോലെ തന്നെ ശിവൻകുട്ടി അണ്ണനും ഒക്കെ കൂടെയാണ്. അതുപോലെ AA റഹീമും ഒക്കെ കൂടെയാണ് എന്ന് വന്നിരിക്കുന്നത്. അവർക്ക് വലിയൊരു പ്രശ്നമാണ്. കാരണം അവരിത് നിഷേധിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു എവിഡൻസ് ആയിട്ട് അവിടെ കിടക്കും. അവർ നിഷേധിക്കാത്തടത്തോളം കാലം ഇത് ആർക്ക് വേണോ പ്രസന്റ് ചെയ്യാവുന്ന ഒരു എവിഡൻസ് ആണ്. കാരണം ദേശാഭിമാനി പത്രം അവർ കണ്ടില്ലെന്നോ വായിച്ചില്ല. ഇപ്പൊ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഈ പെൺകുട്ടിയെ കണ്ടെത്തണം, ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം, മാതൃകാപരമായി ശിക്ഷിക്കണം, അതിനു വേണ്ടുന്ന നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുകയാണ്. ദ്രൗപദി മുർമുവിനെ നേരിട്ട് കണ്ട് അവര് ഹർജി കൊടുത്തിരിക്കുകയാണ്. അതൊന്ന്. പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ SC/ST അവരുടെ ശക്തമായ ഇടപെടലും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ കേസ് വളരെ ഗുരുതരമാകാനാണ് സാധ്യത. DGP ഇനിയിപ്പോ പോയി 22-ാം തീയതി ഡൽഹിയിൽ ഹാജരായി കമ്മീഷന്റെ മുമ്പാകെ ഇതിന്റെ അഭിപ്രായങ്ങൾ പറയണം. ഇവിടെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് അദ്ദേഹം പറയേണ്ടി വരും. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത് ഇലക്ഷൻ സമയത്ത് ഒരു പോരിരുന്നോട്ടെ. അതെ, നമുക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ ഈ പേരിൽ, അതായത് ഇവിടെ
ലവ് ജിഹാദ് യഥാർത്ഥ മുസ്ലിം സംരക്ഷകർ ഞങ്ങളാണ്, ലവ് ജിഹാദ് ഒന്നുമില്ല, ഇതുപോലെ നടക്കുന്ന മാന്യമായ കല്യാണങ്ങൾ ഞങ്ങൾ നടത്തി കൊടുക്കും എന്നൊരു ഒരു പുതിയ മാരേജ് ബ്യൂറോ തുടങ്ങിയിരിക്കുന്നു. അതെ, ഒരു ലവ് ജിഹാദ് മാരേജ് ബ്യൂറോ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. അതിനെ ഞങ്ങൾ പക്ഷെ അത് ആടവൽക്കരിക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നത്. ഇപ്പം കേരള സ്റ്റോറിയിലെ അഭിനേതാക്കൾ നമ്മുടെ എല്ലാവരും അകത്താകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അടവടെല്ലാം ചീറ്റിപ്പോയി. സാർ, ഞാൻ അവിടെ ഒരു സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം അങ്ങേക്കത് കൂടുതൽ പറയാൻ സാധിക്കും. പക്ഷെ ഇവരെങ്ങനെ ഈ വ്യാജരേഖകൾ നിർമ്മിച്ചു? ആധാർ കാർഡുണ്ട്, വോട്ടേഴ്സ് ID കാർഡുണ്ട്, കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നുള്ള വാദത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷെ അതങ്ങനെ അല്ല എന്നിപ്പോ ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. എങ്കിലും ഇവരെങ്ങനെ ഈ തദ്ദേശ സ്ഥാപനത്തെ വളച്ച് ഇത് വ്യാജരേഖകൾ നിർമ്മിച്ചു? കാരണം എനിക്ക് വേറെ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്നും ജനിച്ച ഉടനെ ആരും കുട്ടിയുടെ രജിസ്ട്രേഷൻ നടത്തണമെന്ന് നിർബന്ധം. നമ്മുടെ കേരളത്തിൽ പോലും കുറെ നാളത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പൊതുവേ ഈ രജിസ്ട്രേഷൻ, പ്രത്യേകിച്ച് ജനന മരണ രജിസ്ട്രേഷൻ പലരും ചെയ്യാറില്ല. പലപ്പോഴും അത് നിർബന്ധമായിട്ട് പറയാറില്ല. ഇപ്പം കേരളത്തിൽ പോലും ഇത് നിർബന്ധപൂർവ്വം ചെയ്യണമെന്നൊക്കെ വന്നു തുടങ്ങിയിട്ട് ഒരു 10-30 വർഷമായിട്ടുള്ളൂ. അതെ, ഒരു 25 വർഷം. അതിന് മുമ്പ് വരെ വീട്ടിൽ പ്രസവിക്കും, ചിലപ്പം ആശുപത്രി പ്രസവിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ ആശുപത്രിയുടെ റെക്കോർഡൊന്നും കൊണ്ട് കൊടുക്കില്ല. എവിടെയാണ് തോന്നുന്നത് നമുക്ക് ആ ഒരു റെക്കോർഡ് അന്നേരം തൽക്കാലം ഉണ്ടാക്കി മെമ്പറെ കൊണ്ടോ അല്ലെങ്കിൽ റെസിഡൻസ് ഡിവിഷനെ കൊണ്ടോ ഒക്കെ റെക്കോർഡ് കൊടുത്തിട്ട് ഈ കുട്ടി ജനിച്ചത് ഇവിടെയാണ്, ഇത്ര ദിവസമാണ്. നമുക്ക് മുമ്പ് നോക്കിയാൽ അറിയാം, എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുന്നത് പിന്നെ മാർച്ച് മാസത്തില് ഏപ്രിൽ മാസത്തിലൊക്കെയാണ്. ഇതിനെന്നറിയാമോ? സ്കൂളിൽ ചേർക്കാനായിട്ട് പഴയ റെക്കോർഡുകൾ മുഴുവൻ നോക്കിയാൽ അറിയാം, എല്ലാ കുട്ടികളും ജനിച്ചിരിക്കുന്നത് ജൂണിന് മുമ്പായിരിക്കും. കാരണം ജൂണിന് കൊണ്ടുവന്ന് 1ാം ക്ലാസ്സിൽ 5 വയസ്സായെന്ന് പറഞ്ഞ് ചേർക്കണം ഇതിനു വേണ്ടിയിട്ട്. ഇപ്പൊ അതൊന്നും നടക്കില്ല. ഇപ്പൊ വളരെ കൃത്യമായിട്ട് വാങ്ങിച്ചേ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് ഈ സർട്ടിഫിക്കറ്റുകൾ നേടിക്കൊണ്ട്, പ്രത്യേകിച്ച് നോട്ടറിയുടെയൊക്കെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള രേഖകൾ നേടാൻ നോർത്ത് ഇന്ത്യയിൽ സാധിക്കും. ഈ കുട്ടിയുടെ രേഖയും അങ്ങനെയാണ് വ്യാജമായിട്ട് 2009 വെച്ച് നേടിയതെന്നാണ്. 2008 വെച്ച് 2009 കുട്ടി ജയിച്ചത്. 2008 വെച്ച് അങ്ങനെ നേടി നോട്ടറിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഒരു ചെറിയ എൻക്വയറി നടത്തിയിട്ട് അവരിതങ്ങ് ഇഷ്യൂ ചെയ്തു. പക്ഷെ പിന്നീട് അച്ഛനും അമ്മയും ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റുമായി ചെന്നപ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയി. പെട്ടത് അവിടെയാണ്. കാരണം 2009 ആശുപത്രി വെച്ച് പ്രസവിക്കുകയും ആശുപത്രിയിലെ റെക്കോർഡ്സ് എല്ലാം കൊണ്ടുവന്ന് ഹാജരാക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുട്ടി അപ്പൊ അത് അത്രയും പഴയ ഒരു റെക്കോർഡ് ഈ ഒരു സംഭവം വെച്ചിട്ട് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് മനസ്സിലായി ഇത് ജെനുവിനാണ്. അതാണ് SC/ST കമ്മീഷനും ഒക്കെ ഇതിനകത്ത് ഇടപെട്ടതും. മറ്റേ മധ്യപ്രദേശ് സർക്കാർ ഈ ആദ്യം കൊടുത്ത ഇതെല്ലാം റദ്ദാക്കി. എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ വരെ ചോദിക്കുന്നത്, ഇത് ഈ ആദ്യം കൊടുത്ത സർട്ടിഫിക്കറ്റ് റദ്ദാക്കിയെങ്കിൽ അതിന്റെ അർത്ഥം അത് ഒറിജിനലാണ് എന്നല്ലേ എന്നൊക്കെയാണ് പലരും. ഈ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ വോട്ടേഴ്സ് ID കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം പുറത്തു വിട്ടുകൊണ്ട് അങ്ങ് വലിയ മാരകമായ പ്രചാരണം വിചാരിക്കുമ്പോഴല്ല. ഇപ്പൊ ഈ കുംഭമേള പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും ഇതല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അതോടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം വലിയ പ്രശ്നങ്ങൾ, കേസാകെ മാറിപ്പോകും. ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും അല്ല ഇവര് കൊണ്ടുവന്ന ഡോക്യുമെന്റിന്റെ അർത്ഥം ഇത് വേറെ ഏതോ ഒരു കുട്ടിയുടെ ഡോക്യുമെന്റ് ആണ് ഇവർ കൊണ്ടുവന്നത്. ഈ കുട്ടിയെ ഇവർ ദത്തെടുത്താണെന്നുകൊണ്ട് വേറൊരു കഥ കൊണ്ടുവന്ന പിന്നെ ഇതിങ്ങനെ മറിഞ്ഞു പോകുന്നേ. പിന്നെ ഈ കേസിന്റെ സ്ഥിതിഗതികൾ മാറി പിന്നെ ഇത് കുറേശ്ശെ ഐസായി പോകും. അപ്പോഴത്തേക്കും കുട്ടി പ്രായപൂർത്തിയാവും. അപ്പൊ ഇതെല്ലാം ഒരു സ്റ്റോറി ബിൽഡപ്പിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. കേരളത്തിൽ വളരെ കൃത്യമായി മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു നാടകം. അത് സത്യത്തിൽ പൊളിഞ്ഞു പോയി. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. എല്ലാ നാടകങ്ങളും ഇതുപോലെ പൊളിയും. കാരണം എന്ന് വെച്ചാൽ നാടകം നടത്തുമ്പം അതിനകത്ത് ഒരു ചെറിയ സത്യമെങ്കിലും വേണം. സത്യത്തിന്റെ കണികയില്ലാതെ നടത്തുന്ന എല്ലാ നാടകങ്ങളും പൊളിഞ്ഞു പോകും. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പലപ്പോഴും പറ്റുന്നത്. അവരൊരു വലിയ കഥയുണ്ടാക്കും, ഒരുപാട് തോരണങ്ങൾ ചേർത്തൊരു കഥയുണ്ടാക്കും. ആ തോരണങ്ങൾ എപ്പോൾ വേണേലും അഴിച്ചു മാറ്റാൻ പറ്റുന്നതാണെന്നുള്ളത് അവരറിയുന്നില്ല. ഒറിജിനൽ തൂവൽ മാത്രമേ നിൽക്കുകയുള്ളൂ. തോരണങ്ങൾ വെച്ചത് പറക്കാൻ നേരത്ത് ഒഴിഞ്ഞു പോകും. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലൈൻ എപ്പോഴും ഇങ്ങനെയാണ്. ഇത് ഇപ്പോഴാണ് കൂടുതൽ വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനം, അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും അടിത്തട്ടെന്ന് പറയുന്നത് കുടുംബമാണ്.
വ്യക്തി, കുടുംബം, സമൂഹം, അതെ. ഇത് ഇന്റർലിങ്ക്ഡ് ആണ്. അതെ. ഇത് മൂന്നും ഒന്നിച്ചു പോയാലേ നമുക്ക് ശാന്തിയും സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം. ഈ സങ്കല്പത്തിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പണി. അതായത് നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെടരുത്. കുടുംബവുമായി ബന്ധപ്പെട്ടാൽ അവനെ നമുക്ക് ഊരി നമ്മുടെ പാർട്ടിക്ക് വേണ്ടി കിട്ടില്ല. അപ്പൊ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കണമെങ്കിൽ ആദ്യം സ്നേഹം, ബഹുമാനം, ആദരവ്, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായത്, അല്ലേ? അത് പൊളിക്കുക. അച്ഛനും അമ്മയും എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ വ്യക്തിത്വത്തിനെ ഹനിക്കുന്ന സാധനങ്ങളാണെന്ന് വരുത്തി തീർത്തിട്ട് അവരെ അടർത്തി മാറ്റി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ കാണിക്കുന്ന കോപ്രായങ്ങളാണ് യഥാർത്ഥത്തിൽ നിന്റെ വ്യക്തിത്വത്തിന് വളരാൻ വേണ്ടതെന്ന് പഠിപ്പിച്ച് വിട്ടിട്ട് അച്ഛനെയും അമ്മയും തള്ളി പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു EMSന്റെ കാലത്തും VSന്റെ കാലം വരെ ഇല്ലായിരുന്നു. ഒരു പുതിയ ശൈലിയായിട്ട് ഇപ്പോൾ സർ, പണ്ട് ഈ ബോംബെയിൽ കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ഞാൻ വായിക്കുകയും കേൾക്കുകയും. ബോംബെയിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ കമ്മ്യൂണുകളുണ്ട്. അവർ പരസ്പരം എന്ന് വെച്ചാൽ അവിടെ ഭാര്യയില്ല, ഭർത്താവില്ല. അതെ. ഈ ഏത് പുരുഷനും ഏത് സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം, അതിൽ സന്താനോൽപാദനം നടത്താം. പിന്നെ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അച്ഛൻ അമ്മ തുടങ്ങിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും മക്കൾ എന്ന കമ്മിറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഒരു അരാജകത്വം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു വ്യക്തി മാത്രമാണെന്നും നിങ്ങൾക്ക് മറ്റൊന്നും നിങ്ങളില്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു ഉൽപ്പന്നം മാത്രമാണ്. നിങ്ങളൊരു തൊഴിലാളി എന്ന് പറയുന്ന ഒരു ഘടകനയിൽ മാത്രം നിങ്ങൾ നിൽക്കേണ്ടവരാണ്. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ സെക്ടർ. രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് പണം ഉണ്ടാക്കുന്നവനും ഒന്ന് അവന് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലാളി. ഈ രണ്ട് വിഭാഗങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് അവർ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതല്ല യഥാർത്ഥം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാറിപ്പോ പറഞ്ഞപ്പോ എനിക്ക് ആ പഴയ സന്ദേശം സിനിമയിലെ ഡയലോഗാണ് വരുന്നത്. അവിടെ ഈ ശങ്കരാടി പറയുന്ന സകല എസ്റ്റാബ്ലിഷ്മെന്റിനും എതിരെയാണ് നമ്മുടെ യുദ്ധം. അതെ, കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിനും എതിരെയാണ്. കാരണം ആ എസ്റ്റാബ്ലിഷ്മെന്റ് നിന്നാ ഇവനെ നമ്മുടെ ആവശ്യത്തിന് കിട്ടില്ല. നമ്മുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്താ? കുടുംബത്തിന് വേണ്ടി കമ്മിറ്റഡ് ആകുന്നത് എന്തുകൊണ്ടാണ്? കുടുംബത്തിലെ ആൾക്കാരോട് സ്നേഹം. അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, അപ്പൂപ്പൻ, അമ്മുമ്മ, മാമൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്നേഹബന്ധം നമുക്കുണ്ടല്ലോ. ആ ബന്ധം നിൽക്കുമ്പം നമ്മളെ പൂർണ്ണമായിട്ടും ഒരു ചാവേറായിട്ടും കിട്ടില്ല, രക്തസാക്ഷിയാവാൻ കിട്ടില്ല. രക്തസാക്ഷിയാവണമെങ്കിൽ ഇതെല്ലാം മുറിച്ചു മാറ്റുന്നവർക്ക് രക്തസാക്ഷിയാവാനൊക്കെ ഉള്ളൂ. അത് ചിലരുണ്ട് രക്തസാക്ഷിയാവുന്ന കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യും. അച്ഛനോടും അമ്മയോടും ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ എന്റെ രാഷ്ട്രത്തിന് വേണ്ടി ഭഗത് സിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ കമ്മിറ്റ്മെന്റോട് കൂടി പോവാണ്. ഇത് വേറെ ഒരു അവർ കുടുംബത്തെ തള്ളി പറഞ്ഞുകൊണ്ടല്ല, അവര് ഒരു മഹത്തായ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ടും തള്ളയ്ക്ക് പറഞ്ഞുകൊണ്ടും അല്ല, അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഗാന്ധിജി അങ്ങനെയാണ് ചെയ്തത്. ഗാന്ധിജി അത് ഭാര്യയോട് വരെ പറഞ്ഞു, എന്റെ ജീവിതം രാഷ്ട്രസേവനമാണ്, നിന്നെയും മക്കളെയും നോക്കുന്നതൊന്നും ചിലപ്പോ എന്റെ സേവനമായിട്ട് വന്നെന്നിരിക്കില്ല, അതുകൊണ്ട് എന്നോട് സഹകരിക്കുക. ആ സ്ത്രീ വളരെ ബുദ്ധിമുട്ടി, കസ്തൂർബ അങ്ങനെ സഹകരിച്ചു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. മക്കൾ അതിന് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് പലരും അച്ഛനെ പിന്നെ വായിക്കൊള്ളാത്തവനെന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായല്ലോ. അപ്പൊ ഇതുപോലെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ട് ആ എസ്റ്റാബ്ലിഷ്മെന്റിനെ തകർത്തിട്ട് അവിടുത്തെ വ്യക്തികളെ ഊരിയെടുക്കുക. ഈയിടെ TK ഗോവിന്ദനും ഭാര്യയും പറഞ്ഞതും ഇതാണ്. മനസ്സിലല്ലേ? എന്റെ ഭാര്യയെ പാർട്ടിയിൽ നിൽക്കാൻ തീരുമാനിച്ചു, പക്ഷെ അവളുടെ അടുത്ത് ഭർത്താവിനെ തള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ പറ്റൂ? അങ്ങനെയാണ് അവരും പിന്നെ TK ഗോവിന്ദന്റെ കൂടെ വന്നത്. TK ഗോവിന്ദന്റെ അവരുടെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ട് ഭർത്താവിനൊപ്പം പോയി. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ബന്ധം അതാണ്. ഇത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഏഷ്യൻ സംസ്കാരത്തിന്റെ. ശരിക്കും ആ സംസ്കാരത്തെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തിയത്. ഈ ഒരു രാഷ്ട്രത്തിന് തകർക്കുകയാണ് ഫലത്തിൽ. ഇപ്പൊ നമ്മൾ ഇതും കൂടെ പറഞ്ഞ അവസാനം, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം, അവിടെ സുന്നികൾ ഷിയാകൾ വന്ന് പിന്നെ അന്നത്തെ ഇൻഡോ ആര്യൻ കൺസെപ്റ്റിനെ ഉണ്ടായിരുന്ന അവരെ മാറ്റിയാണ് ഷിയ സംസ്കാരത്തെ മാറ്റിയാണ് അവർ കൊണ്ടുവന്നത്. പക്ഷെ എങ്കിൽ പോലും അവിടെ രണ്ട് സാധനം നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് കുടുംബം, ഇപ്പോഴും കുടുംബ ബന്ധം ദൃഢമാണ്. ഇതിന്റെ ഭാഗമാണ്. ഇതുകൊണ്ടാണ് അവരെ തകർക്കാൻ കഴിയാത്തതെന്ന് പറയുന്നത്. കാരണം അവര് ഏതിലാണോ അതിൽ കമ്മിറ്റഡ് ആണ്. ഇപ്പൊ ഇറാൻ എന്ന് പറഞ്ഞാൽ അവര് കുടുംബം, സമൂഹം, രാഷ്ട്രം, ഈ മൂന്നിലും ഒരുപോലെ കമ്മിറ്റഡ്. സാർ, ഇതേ കാര്യമല്ലേ ഇസ്രായേലിനും? ഇസ്രായേലും ഇതുപോലെ നിർബന്ധം പിടിച്ച് നിൽക്കുകയാണ്. അല്ല, അത് പൊതുവെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ, ഇപ്പൊ സൗദിയിലാണെങ്കിലും
അവരുടെ അവിടുത്തെ തദ്ദേശീയ ജനതയുടെ ആ ഗോത്ര സംസ്കാരം അവർ വിടാതെ പിടിച്ചിട്ടുണ്ട്. ഇതിനെ പൊളിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസം വളരാത്തത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സംസ്കാരം. ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവര് ഇതിനെ തകർത്തിട്ട് വേറൊന്നുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെട്ടു പോകും. പിന്നെ 5000-ലധികം വർഷം പഴക്കമുള്ള ഒരു സംസ്കാരത്തെയും അതിന്റെ രീതികളെയും ആചാരങ്ങളെയും തകർത്തിട്ട് ഞങ്ങളുടെ പുതിയ പിന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം കൊണ്ടുവരാന്ന് വെച്ചാൽ ഫലപ്രദമല്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് വരെ സ്ഥാനം വരെ അലങ്കരിച്ചിരുന്ന പാർട്ടി ഇന്ന് പാർലമെന്റിലേക്ക് പോലും തെരഞ്ഞെടുപ്പ് പോലെ തരി ഒരു കനൽ ഒരു തരി മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ പുലിവാൽ കല്യാണത്തിലും വന്നു പോയി പ്രതിഫലിച്ചിരിക്കുന്നത്. ഇവരെല്ലാം പുലിവാൽ പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഓടുകയാണ്. ചിലപ്പോൾ പിന്നെ MP-ലോട്ടും ഡൽഹിയിലോട്ടും ഒക്കെ ഓടേണ്ടതായിട്ട് വരും. എന്തായാലും ഈ പെൺകുട്ടിയെ ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടട്ടെ. കേസ് കൂടുതൽ സങ്കീർണമാകാതെ ഈ പറയുന്നത് പോലെ യഥാർത്ഥ അതിന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ട്? അത് എനിക്ക് കുറ്റവാളികൾ പെൺകുട്ടിയെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് പോലീസ് വളരെ ശക്തമായി വരുമ്പം അത് തനിയെ പുറത്തു വരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.